നല്ല നെയ്യുള്ള ബീഫും വേണം. കുറച്ച് കൂർക്ക അങ്ങോട്ട് വാങ്ങിച്ചോട്ടാ. എന്നിട്ടില്ലേ ഇതെല്ലാം കൂടി അങ്ങോട്ട് വേവിച്ചിട്ട് വരട്ടി അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴേ പൊന്നു മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ലടാ. സ്വർഗം അമ്മ സ്വർഗം. അത്രയും ടേസ്റ്റുള്ള സാധനം ഉണ്ടാ. കടയിലൊന്നും ഉണ്ടാക്കി കൊടുത്തൊന്നുമില്ല, ഞാൻ വീട്ടിലേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഈ ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും ഈ സാധനം ഉണ്ടാക്കി കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി നെയ്യുള്ള ബീഫ് തന്നെ വേണം. ഞാൻ 2 കിലോ എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ടാണ്ട് ഉപ്പിട്ട് കൊടുത്തേക്കണം. പിന്നെ മീറ്റ് മസാലയും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെ 1 സ്പൂണും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങനെ കുഴച്ചെടുക്കണം. അതവിടെ നിന്ന് വേട്ടേടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് കൂർക്ക തൊലി കളഞ്ഞാണ്ട് ഞാൻ വാങ്ങിച്ചത്. പിന്നെ കഷ്ണിച്ചെടുക്കേണ്ട താമസമുള്ളൂ. 1 വേവ് നിർത്തിയാണ് ഞാൻ ബീഫ് വേവിച്ചെടുത്തത്. എന്നിട്ടേ ആ കൂർക്കയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒറ്റ വിസിലും കൂടി അടുപ്പിച്ചപ്പോൾ നമ്മുടെ കൂർക്കയും ബീഫും വെന്തിട്ടുണ്ട്. ഇനി ഉരുളി വെച്ച് പിന്നെ എന്താ വെളിച്ചെണ്ണ ഒഴിച്ച് 2 സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് 1 തക്കാളി പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ടാ. ഇത് നന്നായിട്ടൊന്നും മാറ്റി ചെയ്യുന്നൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടിയും അതേപോലെ മീറ്റ് മസാല മറ്റേന്താണ് മുളക് പൊടി ആക്കിയില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തോട്ടെ. ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഗരം മസാല ഞാൻ അപ്പം പൊടിച്ചെടുത്താണ് അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കൂർക്കയും ബീഫും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഇളക്കി കൂട്ടി ഇതാ വരട്ടി അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കിക്കോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നില്ലേ ഇത്ര നേരം വീഡിയോ കണ്ടതിന് താങ്ക് യു.